എന്ത് വന്നാലും സിനിമ നല്ല, ഇതിനപ്പുറം ഒരു ഒന്നും അഭിപ്രായമില്ല. പച്ചയായ സാധാരണക്കാരന്റെ സിനിമ. സൂപ്പർ പടം. ഞാൻ ഒരു മമ്മൂട്ടി ഫാനാണ്, പക്ഷേ കുറ്റം പറയാൻ ഒന്നുമില്ല. അടിപൊളി പടമാണ്. ചെറിയ സിനിമയൊന്നും അല്ല ഇത്. കഥ അപാര കഥയാണ്. വെൽക്കം ബാക്ക്. ഒരു ലാലേട്ടൻ പടത്തിന് പോസിറ്റീവ് റിവ്യൂ കിട്ടിയാലുള്ള ബോക്സ് ഓഫീസിന്റെ അവസ്ഥ, മലയാളത്തിന്റെ ഒറ്റക്കൊമ്പൻ ലാലേട്ടന്റെ തുടരും സെക്കൻഡ്. അപ്പോൾ വമ്പൻ പോസിറ്റീവ് റിവ്യൂ ഒക്കെ കണ്ട് ഹൈപ്പിൽ വലിയ പ്രതീക്ഷയിൽ രണ്ടാമത്തെ ദിവസം തുടരും കാണാനെത്തിയ പ്രേക്ഷകരോട് എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ എന്ന് ചോദിച്ചു നോക്കാം. നിങ്ങളൊരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ റിവ്യൂ ഒക്കെ കമന്റ് ചെയ്തേക്കുക. വീഡിയോ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തോ. നേരെ തുടരും സെക്കൻഡ് റിവ്യൂലേക്ക്. സൂപ്പർ പടം. ഞാൻ ഒരു മമ്മൂട്ടി ഫാനാണ്, പക്ഷേ കുറ്റം പറയാൻ ഒന്നുമില്ല. അടിപൊളി പടമാണ്. ത്രില്ലടിച്ചു സത്യം. ഇപ്പം എമ്പുരാനൊക്കെ കാണുമ്പോഴാണെങ്കിലും നമുക്ക് എവിടെയെങ്കിലും ഒരു നെഗറ്റീവ് ഒക്കെ വരത്തില്ലേ, അത് ഒരു വേറൊരു ഫാൻ ആകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അത് നമ്മൾ നോക്കും. പക്ഷെ ഇതിനകത്ത് അങ്ങനെ പറയാൻ ഒന്നുമില്ല. വില്ലന്റെ ഒക്കെ കാസ്റ്റിങ്ങും അയാൾ ഡബ് ചെയ്ത് ആരാന്ന് അറിയാൻ വയ്യ, പക്ഷെ അതൊക്കെ ഭയങ്കര പൊളി. പിന്നെ മോഹൻലാൽ എന്താ പറയണ്ടേ, ഒരു സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, എന്താണ് പോസിറ്റീവ്? മമ്മൂക്ക ഫാനായിട്ട് രോമാഞ്ചം. മോഹൻലാലിനെ ഇഷ്ടമല്ലെന്നല്ലല്ലോ അതിനർത്ഥം. സൂപ്പറാണ്. അതിനകത്ത് പറയാൻ ഒരു കുഴപ്പമില്ല. ഏകദേശം എനിക്ക് എന്താ പറയുന്നത്, ഒരു 5-6 വർഷത്തിന് ശേഷം മോഹൻലാലിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാമിലി ആയിട്ടിരുന്ന് കാണാനും കുഴപ്പമൊന്നുമില്ല. നല്ല പടമാണ്. ദൃശ്യം മോഡൽ പടം ഏകദേശം, പക്ഷേ തീം കുറച്ച് ഡിഫറെന്റ് ആണെന്നേ ഉള്ളൂ. എങ്ങനെയാണ് ഈ റിവ്യൂ കണ്ടതിന് ശേഷം ടിക്കറ്റ് ബുക്ക് ചെയ്തതാണോ? അല്ലല്ല, നമ്മളല്ലാതെ തന്നെ ഈ തുടരും എന്ന ശോഭന മോഹൻലാൽ കോമ്പിനേഷൻ കാണാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. അതിന്റെ കൂടെ നല്ലൊരു പടം അവർ തന്നു. അപ്പൊ ഒരു ഫാമിലി പടം പ്രതീക്ഷിച്ചു വന്നവർക്ക് ഒരു സർപ്രൈസ്. തീർച്ചയായിട്ടും അമ്മ പറ. നല്ല അടിപൊളി ഒറിജിനൽ സിനിമ. നമ്മുടെ കേരളത്തിൽ ഇപ്പം നടക്കുന്ന പക്ക അനുഭവങ്ങൾ. എന്ത് വന്നാലും സിനിമ നല്ല, ഇതിനപ്പുറം ഒരു ഒന്നും അഭിപ്രായമില്ല. പച്ചയായ സാധാരണക്കാരന്റെ സിനിമ. അത് തന്നെ ഇപ്പൊ പച്ചയ്ക്ക് എഴുതി വെച്ച സംവിധാനവും രഞ്ജിത്ത് എല്ലാം സൂപ്പർ. മോഹൻലാലിന്റെ അഭിനയം, ഓരോ പ്രായപൂർത്തിയായ അമ്മമാരും മക്കളും ഉള്ള ഒരു പക്ക ഒരു അച്ഛൻ റോള്. യഥാർത്ഥ സാധാരണക്കാരെ അച്ഛന്മാരെയാ അതിലൂടെ കാണുന്നു. ഓക്കെ, ചേട്ടനത് പോലീസ് ആയതുകൊണ്ട് കൂടുതൽ ഒന്നും പറയാനില്ല. പക്ഷെ സിനിമ സെൻട്രൽ പോലീസാണ് ഞാൻ. അപ്പൊ എനിക്ക് സിനിമയുടെ അത്ര വളരെ അറിവ് കുറവാണെങ്കിലും വളരെ എല്ലാവരും നല്ല പെർഫോമൻസ് ആണ്. വളരെ നല്ല അഭിനയം. മോഹൻലാലിന്റെ അഭിനയം കൊള്ളാം. അപ്പൊ ലാലേട്ടനെ കുറെ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു റോളിൽ കാണുന്നത്. അതെങ്ങനെ ഉണ്ടായിരുന്നു? അത് സൂപ്പർ എന്ന് വെച്ചാൽ അച്ഛൻ റോള്. ഒരു പ്രായപൂർത്തിയായ പെമ്മക്കടെ അച്ഛൻ നമ്മൾ കാണുന്നതാ. ഓക്കെ, പുലിമുരുകന് ശേഷം ലാലേട്ടനെ കാണാൻ പറ്റി? ഇതാ കാണുന്നത്. ഓക്കെ, ഞാൻ എല്ലാ സിനിമ കാണാം. ഞാൻ പലപ്പോഴും സിനിമ കാണാറില്ല. കുറെ കാലങ്ങൾക്ക് ശേഷം ഒരു നല്ല മലയാള ചിത്രം കണ്ടിറങ്ങി. വളരെ സന്തോഷം. ലാലേട്ടൻ ഇങ്ങനെയാണ് കാണാൻ പ്രതീക്ഷ. ഇതാണ് വേണ്ടത്. ത്രില്ലടിച്ചു. ഒന്നുകൂടെ വന്ന് ഞാൻ കാണും. ഫാമിലിയൊക്കെ ഇഷ്ടപ്പെട്ടു. ഫാമിലിയായിട്ട് വരും ഞാൻ. ക്രിക്കറ്റിലും എന്റർടൈൻമെന്റിലും നിങ്ങൾക്ക് നോളജ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ ഷെയർ ചെയ്തുകൊണ്ട് പൈസ വിൻ ചെയ്യാമെന്ന കാര്യം അറിയുമോ? യെസ്, ഇന്ന് നടക്കുന്ന IPL മത്സരത്തിൽ കൊൽക്കത്ത വേഴ്സസ് പഞ്ചാബ് കിങ്സ്, അതിൽ കൊൽക്കത്ത ജയിക്കുമോ എന്ന ചോദ്യത്തിന് യെസ് ഓർ നോ എന്ന ആൻസർ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് വലിയ റിവാർഡുകൾ വിൻ ചെയ്യാം. യെസ്, ഇതൊരു ട്രസ്റ്റഡ് ഇന്ത്യൻ ഒപ്പീനിയൻ ട്രേഡിംഗ് ആപ്ലിക്കേഷൻ ആണ്. ഇന്ന് നടക്കുന്ന കൊൽക്കത്ത പഞ്ചാബ് മത്സരത്തിൽ കൊൽക്കത്ത ജയിക്കുമെന്നാണ് എന്റെ പ്രഡിക്ഷൻ. ഞാൻ അതുകൊണ്ട് യെസ് സെലക്ട് ചെയ്യുന്നു. നിങ്ങളുടെ പ്രഡിക്ഷന് നിങ്ങൾ കൂടുതൽ കോൺഫിഡന്റ് ആണെങ്കിൽ നിങ്ങളുടെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്ത് കൂടുതൽ വിൻ ചെയ്യാം. വെറും 0% കമ്മീഷൻ ആയതുകൊണ്ട് തന്നെ വിൻ ചെയ്ത മുഴുവൻ എമൗണ്ടും നിങ്ങൾക്ക് ഫാസ്റ്റ് വിഡ്രോൾ ചെയ്യാം. സ്ക്രീനിൽ കാണുന്ന ഈ റെഫറൽ കോഡ് ഉപയോഗിച്ച് സൈൻ അപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരു ഇൻസ്റ്റന്റ് 100 rupees വിൻ ചെയ്യാം. യെസ്, ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിലുള്ള ലിങ്ക് ഉപയോഗിച്ച് ഹാന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഒപ്പീനിയൻ ഷെയർ ചെയ്ത് ക്യാഷ് വിൻ ചെയ്യൂ, നിങ്ങളുടെ റിസ്ക്. ഒരുപാട് നാൾക്ക് ശേഷമുള്ള ഒരു കംബാക്ക് പടമാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ തോന്നിയോ? അത് തീർച്ചയായിട്ടും. അത് ഇപ്പോൾ അഭിനയം മാത്രമല്ല, ഈ മറ്റുള്ള ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതെ, അതാണ്. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പഴയ കാലത്തെ ഒരു അഭിനയം. 2, ഈ പറഞ്ഞ ഫാൻസിന് വേണ്ടുന്ന ചില എലമെന്റ്സ് അതിനകത്തുണ്ട്, നല്ലതായിട്ടുണ്ട്. അപ്പൊ ഒരു ചെറിയ സിനിമ എന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ ഈ ഒരു സസ്പെൻസ് ചെറിയ സിനിമയൊന്നും അല്ല ഇത്. കഥ അപാര കഥയാണ്. കാണുമ്പോൾ മനസ്സിലാവും. നല്ല കഥയാണ്. സസ്പെൻസ് പ്രതീക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് ഇപ്പൊ എല്ലാം കൊണ്ടും നല്ലൊരു പടമാണ്. ഒരു കംബാക്ക് പടം എന്നാണ് എല്ലാരും പറഞ്ഞത്. നല്ല രസമുണ്ട്. പോസിറ്റീവ് ഒക്കെ കേട്ട് കാണാൻ വന്നല്ലേ? അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് സെറ്റ് ആയിരുന്നു പടം. ഒരു ചെറിയ ഫാമിലി പടം പ്രതീക്ഷിച്ച് വന്നിട്ടാണോ? ഞെട്ടിച്ചോ? എങ്ങനെ? അടിപൊളി, ഒന്നും പറയില്ല, പൊളി. ഫാമിലി പടം കുറച്ചുകൂടെ ത്രില്ലർ മോഡലുള്ള പടമാണ്. നമുക്ക് കണ്ടിരിക്കാൻ ലാലേട്ടൻ്റെ ഒരു പഴയ കുറെ മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ ആക്ഷൻ ആയാലും ഉള്ള ഒരു എന്താ പറയുക, കുറച്ചുകൂടെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഒക്കെ ഒരുപാട്. ഓക്കെ, ചേച്ചിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? കുറെ നാൾക്ക് ശേഷമാണ് ലാലേട്ടൻ ഇങ്ങനെ കാണുന്നത്. അതിന്റെ ഒരു ഫീൽ എങ്ങനെ ഉണ്ടായി? അടിപൊളിയായിരുന്നു. പല സമയത്തും ഗൂസ് ബംസ് ഒക്കെ വന്നു. നല്ലായിരുന്നു. ഇതൊക്കെ സസ്പെൻസ് സ്റ്റോറി ഒക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, ഞാൻ പ്രതീക്ഷിച്ച കണക്കല്ലായിരുന്നു. എന്താണ് പ്രതീക്ഷിച്ച? ഒരു ഫീൽ ഗുഡ് പടമാണോ പ്രതീക്ഷിച്ചത്? അതെ, നല്ല പടമായിരുന്നു. ലാലേട്ടന്റെ ഈ അടുത്ത് കണ്ടത് വെച്ചൊരു ബെസ്റ്റ് സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ശേഷം ഒരു ഫാമിലി ഡ്രാമ എല്ലാം കൂടി, ത്രില്ലറും എല്ലാം കൂടി ഉള്ള സിനിമ കണ്ടിട്ട് നല്ല സിനിമ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്രേ ഉള്ളൂ മോനെ. ഓക്കെ, കൊള്ളാം, നല്ല സിനിമയാണ്.
പോസിറ്റീവ് ഹൈ വൻ പോസിറ്റീവ് ഒക്കെ കേട്ട് വന്ന ആ ഒരു പ്രതീക്ഷയൊക്കെ നിലനിർത്തിയോ? പിന്നെ സൂപ്പറായിട്ട് നിലനിർത്തിയിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. എങ്ങനെയുണ്ട് കുറെ വർഷങ്ങൾക്ക് ശേഷം ലാലേട്ടന്റെ ഒരു കംബാക്ക് മൂവി? പിന്നെ തീർച്ചയായിട്ടും പറയാം, എമ്പുരാന് ശേഷം ഇതും കൊള്ളാം, നല്ല സിനിമ. ഓക്കെ ബ്രോ, എങ്ങനെയുണ്ടായി പടം ടോട്ടലി? സൂപ്പർ പടമായിരുന്നു, രോമാഞ്ചം. ഒരു ഫാൻ ബോയ് മൊമെന്റ്സ് എന്നൊക്കെ പറയാനുണ്ടോ? പിന്നെ അതിനപ്പുറം ഉണ്ട്. എല്ലാം കൂടി വരുന്ന ഒരു സിനിമ, അത് കണ്ടിട്ട് എങ്ങനെ തോന്നി? ലാലേട്ടൻ ജീവിച്ച് കാണിച്ചൊരു സിനിമയാ അഭിനയിക്കാൻ പറഞ്ഞത്. ഓക്കെ അങ്ങനെയുണ്ട് ലാലേട്ടൻ, പഴയ ലാലേട്ടന്റെ ഒരു ഓക്കെ. മോഹൻലാലിന്റെ തിരിച്ചുവരവ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. സീൻസ് എല്ലാം വളരെ അടിപൊളിയായിരുന്നു, നല്ല ക്യാമറ വർക്ക് എല്ലാം വളരെ മികച്ച ക്യാമറ വർക്ക്. സ്റ്റോറിയൊക്കെ ഇങ്ങനെ തന്നെയാണ് പ്രതീക്ഷിച്ചത്? ഒരു ത്രില്ലും സസ്പെൻസും എല്ലാം സസ്പെൻസ് ഒന്നും പ്രതീക്ഷിച്ചത്, സാധാ ഒരു ഫാമിലി മൂവിയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ നമുക്ക് ത്രില്ലടിപ്പിക്കുന്ന രീതിയിലുള്ള സീൻസ് എല്ലാം ഉണ്ടായിരുന്നു, വളരെ നല്ല പടം. ഓക്കെ.